നമ്മൾ ഫ്രണ്ട്സ് എല്ലാവർക്കും കൂടി രാത്രി ഒത്തുകൂടിയല്ലെന്നൊരു മോഹം പറഞ്ഞു. ഭർത്താക്കന്മാരോട് ചോദിച്ചപ്പോൾ ലവന്മാർ 3 കൂടി ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു സ്ഥലമാണ് കോവളം. എന്നാൽ പിന്നെ അങ്ങോട്ട് വെച്ച് പിടിക്കാന്ന് വിചാരിച്ചു. രാത്രി 10:30 മണിയായപ്പോൾ നമ്മൾ എല്ലാവരും കൂടി കോവളത്ത് വന്നേ. അവിടെ ചെന്നപ്പോൾ ഭർത്താക്കന്മാരുടെ വായുന്നിട്ടും സഹിക്കാൻ വയ്യാണ്ട് പിന്നെ ലവന്മാരെ ബുക്ക് എടുത്തോണ്ട് നേരെ വിഴിഞ്ഞത്തേക്ക് പോയി. വിഴിഞ്ഞത്ത് പോയാൽ പിന്നെ ഉസ്താദ് ഹോട്ടലിലെ ഫുഡ് കഴിക്കാണ്ട് എങ്ങനെയാ തിരിച്ചു വരിക? ഉസ്താദ് ഹോട്ടലിൽ ചെന്ന് കയറി കൊടുത്തപ്പോൾ തന്നെ അവിടെ ആണെങ്കിൽ നിന്ന് ചെയ്യാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞു. പിന്നെ അവർ തന്നെ നമ്മളോട് പറഞ്ഞു നേരെ പുറകിൽ ഫർസാന ഹോട്ടലുണ്ട്, അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ പോയപ്പോൾ നമ്മളെപ്പോലെ കടാകടിയന്മാർക്ക് തിന്നാൻ കണക്കിലുള്ള ഒരു വലിയ ഫിഷിനെ അങ്ങോട്ട് ഗ്രിൽ ചെയ്യാൻ പറഞ്ഞ് ഓർഡറൊക്കെ ചെയ്തതിനു ശേഷം നമ്മൾ നേരെ മുകളിൽ പോയി നമ്മുടെ സീറ്റ് അങ്ങോട്ട് ഉറപ്പിച്ചു കേട്ടോ. ഫിഷ് ഗ്രില്ലിനോടൊപ്പം കണവ റോസ്റ്റും മീൻ മുട്ട ഫ്രൈയും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനൊപ്പം തൊട്ട് നിൽക്കാൻ വേറെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അങ്ങനെ പുട്ടും പൊറോട്ടയും അപ്പവും ഒക്കെ കൂടെ അതിനൊപ്പം പറഞ്ഞായിരുന്നു കേട്ടോ. ഫുഡിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ അധികം താമസിച്ചൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ തന്നെ അവർ ഫുഡ് കൊണ്ടുവന്നു. ആദ്യം തന്നെ നമ്മുടെ കണവ റോസ്റ്റ് വന്നു കേട്ടോ. അതിൻ്റെ നല്ല വലിയൊരു തല നോക്കി ഞാൻ എടുത്ത് അങ്ങോട്ട് വായിലോട്ടിട്ട് ചൂടായിരുന്നു കേസ്, തൊണ്ട അണ്ണാക്ക് വരെ പൊള്ളിപ്പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് മീൻ മുട്ട കൊണ്ടുവന്ന കേസ്, അത് അടിപൊളിയായിരുന്നു. പിന്നെ അപ്പവും പുട്ടും പൊറോട്ടയൊക്കെ കൊണ്ട് അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റം കൊണ്ടുവന്ന് ഫിഷ് ഗ്രിൽ ചെയ്ത് അതിനെ നല്ല സവാളയൊക്കെ കൂട്ടി അങ്ങ് കഴിച്ചു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. ഒരു റെസ്റ്റോറൻറ്റ് കയറി ഉള്ളതുപോലെ തന്നെ പറയണം, ഇല്ലെങ്കിൽ അത് മോശമല്ലേ. ഉള്ളതുപോലെ തന്നെയാണ് പറയണ കേസ്. അടിപൊളിയായിരുന്നു. കണ്ടില്ല, മുള്ളു മാത്രമേ ഉണ്ടായിരുന്നു ബാക്കി. എല്ലാം കഴിച്ചു കഴിഞ്ഞൊരു സുലൈമാനും കുടിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങിട്ടോ. ഇഷ്ടാന ഭോജനം കഴിഞ്ഞ സന്തോഷം മാത്രമല്ല, ബില്ല് ഉണ്ണീട്ടൻ കൊടുത്തതിന്റെ സന്തോഷം നമുക്ക് കേട്ടോ. ഉണ്ണീട്ടൻ എന്ന് പറയുമ്പോൾ ആ വയലറ്റ് കളർ ഷർട്ട് ഇട്ട ആളാണ്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഐസ്ക്രീമും ചോക്ലേറ്റ്സ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ സന്തോഷമായിട്ട് പിരിഞ്ഞിട്ടോ. ബെസ്റ്റ് ഫ്രണ്ട്സിനോട് എൻജോയ് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും ഞാൻ പഴക്കാറില്ല. അതെല്ലാം ഞാൻ മാക്സിമം വിനിയോഗിക്കും കേട്ടോ. അല്ലെങ്കിൽ വല്ലപ്പൊരിക്ക് ഭർത്താക്കന്മാരുടെ പോക്കറ്റും നനക്കില്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ എന്തോ പോലെയാണ് കേസ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കറങ്ങാൻ പോകുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ, സീ യു.